അമ്മ ആ പറയൂ. ഇന്ന് ചപ്പാത്തിക്ക് എന്തോ അമ്മ കറി? ഇന്ന് നമുക്ക് അമ്മൂമ്മയുടെ ഒരു സ്റ്റൂ ഉണ്ടാക്കാം. ഓക്കെ. ഉരുളക്കിഴങ്ങിന്റെ ഓക്കെ. അടിപൊളി ഒരു സ്റ്റൂ. ഓക്കെ. ഉരുളക്കിഴങ്ങ് ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു കപ്പ്, ഒരു കുറച്ച് സവാള, തേങ്ങ ഒരു കപ്പ്, ഒരു പച്ചമുളക്. വലിയ കഷ്ണമായിരിക്കണോ അമ്മ? ഇത് ഇത്തിരി വലുതായിട്ട് കട്ട് ചെയ്യണം. ഭയങ്കര ടേസ്റ്റായത്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ എല്ലാം നല്ലതാണ്. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട്, ബാക്കിയെല്ലാം നമ്മൾ വാഷ് ചെയ്ത് വെച്ചേക്കും. ഉരുളക്കിഴങ്ങ് വാഷ് ചെയ്തില്ലേ ഒരു കസർപ്പുണ്ട്. നേരത്തെ വാഷ് ചെയ്ത് വെച്ചിരുന്നതാ. അത് നമ്മൾ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ടേ ഒന്നുകൂടെ നല്ലൊരു കറ പോലൊരു സാധനമുണ്ട്, അതങ്ങ് മാറും. ചെറിയ ഉള്ളി നമ്മൾ ഇതിനകത്ത് ഇടും. എന്നിട്ട് അതിൻ്റെ കൂടെ ഇത് എളുപ്പവുമാ, ഭയങ്കര ടേസ്റ്റുമോ. അമ്മ ഉണ്ടാക്കുന്ന നല്ല രുചിയായിരിക്കും. ഇനി ഇത് ഭയങ്കര എരിയുള്ള മുളകായതിന് ഒരെണ്ണേ ഇട്ടുള്ളൂ, അല്ലെങ്കിൽ 2-3 ഇടാം. തീ കത്തിക്കാം. ഇത് മൺചട്ടി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങയുടെ പാലെടുത്തോണ്ട് വരാമേ. ഈ തേങ്ങയുടെ 2 പാലെടുക്കണം. ഇത് ഒരു പ്രാവശ്യം പാറ് വെച്ച് നോക്കണം കേട്ടോ. അടിപൊളിയായിരിക്കും. നമ്മളിതിൻ്റെ തനിപ്പാലാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തെടുക്കാം. നമ്മൾ പായസത്തിൻ്റെ ഒന്നും കൂട്ട് അത്രയ്ക്ക് അങ്ങ് ഇതാവണ്ട. നല്ല കട്ടിയുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് പാറ് ഒരു ദിവസം വെക്കണം കേട്ടോ. ഇത് നമ്മൾ മാറ്റി അങ്ങ് വെക്കും. അത് നമ്മൾ ലാസ്റ്റ് വെന്തിട്ടേ ഒഴിക്കത്തുള്ളൂ. തേങ്ങ നമ്മുടെ സ്റ്റൂ ശരിയായതിന് ശേഷം അത് ഒഴിക്കത്തുള്ളൂ. അത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേവിക്കത്തില്ല. ഇച്ചിരി തരിതരിപ്പ് വേണം കേട്ടോ. കണ്ടോ, ചെറുതായിട്ട് അതിൻ്റെ ഒരു പീരിയും കൂടെ വേണം. ഇത് നമുക്ക് ഇത് 2-ാം പാൽ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ വേണം. കൂടുതൽ ഇത്ര. വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മൾ കടുക് എടുക്കണം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടേ കടുക് ഇടാവുള്ളൂ കേട്ടോ കറു. ഇവിടെ കടുക് ഇതാവത്തില്ല. കേട്ടേ. കടുക് മൊത്തം പൊട്ടണം, അല്ലെങ്കിൽ പച്ചക്കടുക് ചേർക്കും. പച്ചക്കടുക് വെച്ചാൽ കൊള്ളത്തില്ല. ഇത് അമ്മ അടുപ്പിലൊക്കെ വയ്ക്കും. എന്ത് രുചിയാണെന്നറിയാം. പണ്ടുള്ള ആൾക്കാരെ ഇത് അടുപ്പിനകത്ത് വെക്കും, ഗ്യാസിലല്ലാതെ. ഗ്യാസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ വെക്കാൻ ഗ്യാസ് ഉപയോഗിക്കത്തില്ല. അപ്പം തീ കണലിൽ കിടന്നിത് വേകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കടുക് പൊട്ടിയല്ലേ, സിമ്മിൽ വയ്ക്കാം. കടുക് പൊട്ടി. ഇനി നമ്മൾ കറിവേപ്പില വെച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ പച്ചക്കറി, ഈ കിഴങ്ങും സവാളയും ഇട്ട് നമ്മളിതൊന്നും വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഒരു നല്ല മണം വരുന്നില്ലേ പാറു?
കുറേ നേരം വരട്ടണോ അമ്മ? ഇല്ല 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ചെറുതായിട്ടൊന്ന് ഇത്തിരി വഴന്നാൽ അത് കൊള്ളത്തില്ല. ഇനി നമ്മളിതിനകത്ത് മുളക് പൊടിയെല്ലാം വറുത്തതാണ് ചേർക്കുന്നത്. ഞാൻ വറുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് വേറെ വറുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും കൂടിപ്പോയത് കേട്ടോ, മഞ്ഞൾ പൊടി, ഉലുവാപ്പൊടി ഇച്ചിരി കൂടുതൽ വേണം, എന്നിട്ട് ഉപ്പ്, ഇനി എന്നിട്ട് നമ്മളിതിനെ ഇളക്കണം. ഇപ്പോഴത്തെ മണം കണ്ടോ, ഭയങ്കര മണമല്ലേ. എന്താ മണം, നല്ല മണമല്ലേ കണ്ടോ. മോനിളക്കാവോ? എന്നാൽ ജസ്റ്റ് ഇളക്കി. ഇപ്പം നമ്മൾ ഗ്യാസ് ഫുള്ളിലാണ് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്യാസ് ഒന്ന് സിമ്മിലാക്കിക്കൊണ്ട് നമ്മൾ ഈ തേങ്ങയുടെ 2ാം പാൽ അങ്ങോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുന്നതിലോ. ഇളക്കിക്കുന്നില്ല, ഇളക്കിക്കോ. കറിവേപ്പിലെല്ലാം ഇട്ടു, ഇനി ഒന്നും ഇടാനില്ല. ഇനി ഒന്ന് തിളയ്ക്കണം മോനെ, അതിന് ബബിൾസ് ഇങ്ങനെ വരണം കേട്ടോ. അത് മുളകാ മക്കളത് ഇളക്കണ്ട. ഇനി ഒന്ന് തിള വരട്ടെ. നമ്മളിതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അങ്ങ് അടച്ചു വയ്ക്കും. ഈ ബബിൾസ് വന്നതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് സിമ്മിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവട്ടെ. പിന്നെ കണ്ടോ, ഒരു 8 മിനിറ്റ് നമ്മളിത് വെച്ചിരുന്നേ. നല്ല മണം കണ്ടോ, നല്ല മണമല്ലേ പാറു? നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, നമ്മളിട്ടിരുന്ന തേങ്ങയുടെ പാല് ആദ്യം എടുത്ത് ഒഴിച്ച്, കളർ കണ്ടോ പാറു? നമ്മൾ മോന് കറി ലീവ്സ് തരാമോ? മോനിവിടെ വേറെ കുക്ക് ചെയ്യുക എന്നാ കണ്ടോ. ഇനി നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല കണ്ടോ. ഉപ്പ് നോക്കണം. ഇതിനിപ്പോൾ ഉപ്പ് ഞാൻ ആദ്യം ഇട്ട്, ഉപ്പ് തന്നെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാകണം, ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് നമ്മൾ അങ്ങ് അടച്ചു വയ്ക്കണം. അങ്ങനെയുണ്ട് കറി. സെർവിങ് ഡിഷിൽ മാറ്റണം. മല്ലിപ്പൊടി ഇത് കണ്ടോ, ബബിൾസ് എല്ലാം കറക്റ്റായിട്ടിരിക്കും. ഇതിന് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഈ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം അടിപൊളി കറിയായത്. ഇത് പട്ടാളി അമ്മൂമ്മയുടെ സ്റ്റൂ ഉണ്ടോ. നിക്ക് മോനെ, നിക്ക് മോനെ, ആ സ്പൂൺ അതിലിടരുത് മോനെ, അമ്മ തരാം. കണ്ടോ,